ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര മഴയാണ്. ഞാൻ മഴയത്താണ് നിൽക്കുന്നത്. ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. നമ്മുടെയൊക്കെ മക്കൾ ഒരു അവധി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ടൈമിൽ അവരുടെ ചിന്ത എന്ന് പറയുന്നത് കളിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇപ്പം എൻ്റെ മോനായാലും അങ്ങനെ തന്നെയാണ്, കളിക്കണം എന്നുള്ള ചിന്തയുള്ളൂ. പക്ഷേ ആ കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് എൻ്റെ അനിയൻ്റെ മോളാണ് ശിബാനി മോള്. അവൾ ചെയ്യുന്ന വർക്ക് നിങ്ങളൊന്ന് കാണണം. അവൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അത് നിങ്ങളൊന്ന് കാണിക്കാൻ പോരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ശിബാനി മോളെ വീട്ടോട്ടുള്ള വഴി. മഴ കാരണമാണ് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചാടി ഒന്ന് പോവാം. എന്താ ഈ കാണുന്നതാണ് നമ്മുടെ ശിവാനിയുടെ വീട്. ആ നിൽക്കുന്നത് അതിൻ്റെ മുത്തശ്ശിയും ഇരിക്കുന്നത് മുത്തശ്ശനും അപ്പച്ചനും കുറേ പേരുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കൊന്ന് കയറാം. ആ ഇരിക്കുന്നതാണ് അച്ഛനും അമ്മയും. അവരെന്തോ വലിയ കാര്യം പറയുകയാണ്. ഹലോ ഹലോ ഹായ്, എന്താണ് പരിപാടി? ക്രോഷ് ചെയ്യാണ്. ഇത് എത്രാമത്തെ ക്രോഷാണ് ചെയ്യുന്നേ? കുറേ ചെയ്ത് കണ്ടോ. ഇതാണ് ഞാൻ പറയുന്ന നമ്മുടെ ശിബാനി മോൾ. എന്താണ് ചെയ്യുന്നതെന്ന് അവൾ തന്നെ പറഞ്ഞു തരും. ഓക്കെ, മോളൂസ് ക്രോഷ് ചെയ്തെല്ലാം ഒന്ന് കാണിച്ചേ. ഈ വെക്കേഷനിലെ പരിപാടിയായിരുന്നു അല്ലേ? ഇതെപ്പോൾ ചെയ്തതാ? കഴിഞ്ഞ ദിവസം ചെയ്തത്. ഓക്കെ, ഇന്നലെ ചെയ്തത് തീർത്തത്. എത്ര ദിവസം എടുക്കും ഇത് ചെയ്ത് തീർക്കാൻ? ബാഗൊക്കെ 1-2 ദിവസം എടുക്കും. പക്ഷെ ഞാൻ അങ്ങനെ 2-3 പ്രോജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇല്ല. ഓക്കെ, ഞാൻ വെക്കേഷൻ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാധനം. മോൾ ആദ്യമായിട്ട് ചെയ്തതാണിത് കേട്ടോ. അടുത്ത് വലിയ ബാഗ്. ഇത് ഫസ്റ്റ് ടൈമാ? ഏറ്റവും ആദ്യം ചെയ്തത്. ഇതൊക്കെ മോള് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നേ? ബുക്ക് വെച്ച് ചെയ്ത്. ഇതെങ്ങനെ പഠിച്ചു മോള്? യൂട്യൂബിൽ നോക്കി. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ മോടെ ഫ്രണ്ട്സ് അല്ലേ? എന്താ മോടെ പേര്? ശിവാനി. മോള് ഇതിപ്പോൾ പഠിക്കുക? ഓക്കെ, മോള് പറഞ്ഞു തന്നോ? ശിവാനി പറഞ്ഞു തന്നോ? ഓക്കെ, മോടെ പേരെന്താ? ആരാധ്യ. ഇവരൊക്കെയാണ് നമ്മുടെ ശിബാനിയുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇവരൊക്കെയാണ്. കണ്ടോ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ എന്താ ചെയ്യുന്നത്? കിട്ടിയ സമയം കൊണ്ട് കളിക്കാൻ പോവുക. ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഇതൊക്കെ കുഞ്ഞുങ്ങൾ കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. കുറച്ച് സമയം, കിട്ടുന്ന സമയം കൊണ്ടും കുഞ്ഞിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ശിബാനി മോൾ ഉണ്ടാക്കിയ ബാഗുകൾ. ഓരോന്നിനും ഓരോ ഫാഷനാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനൊക്കെ ഒരു ക്ഷമ വേണം, എന്നാലും നമുക്ക് ഇതുപോലത്തെ പല ഡിസൈനുകളൊക്കെ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. ഇത് ഏകദേശം ഒരു വെക്കേഷൻ ടൈം മുതലാണ് കുഞ്ഞിത് ചെയ്യാൻ തുടങ്ങിയതും, അതും യൂട്യൂബിൽ നോക്കി പഠിച്ച്. ഇത്രയും ക്ഷമയോടൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് താല്പര്യം ഉണ്ടായിരിക്കും മോൾക്ക്. ഇതിനൊക്കെയല്ലേ നമ്മൾ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെ. ഓരോന്നിനും ഓരോ രീതികളാണ്. അപ്പോൾ എന്തായാലും നന്നായിരിക്കുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ വർക്ക് എന്ന് പറയുന്നത് കണ്ടോ, എല്ലാവരും കണ്ടോ. ഇവരെയൊക്കെ കണ്ട് പഠിക്കണം. നമ്മുടെ കുട്ടിയുടെ ഇതെല്ലാം കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. ഉള്ള സമയം കൊണ്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്നത്, അതാണ് കുഞ്ഞുങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നല്ലൊരു അപ്രീഷിയേറ്റ് കൊടുക്കണം അല്ലയോ? ഇല്ലേ ഫ്രണ്ട്സേ? യെസ്, കണ്ടോ, അവരും വന്ന് നിൽക്കുകയാണ് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി. ഇവരെപ്പോഴും ഭയങ്കര ചങ്കാണ്. ഇവർ കുറച്ച് സമയം കിട്ടുമ്പോൾ ഓടി വരും ശിബാനിയുടെ വീട്ടിലോട്ട്. എന്താണ് ശിബാനി ചെയ്യുന്നത് അതും കൂടെ കണ്ട് പഠിക്കും. ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ഫ്രണ്ട് എന്താണോ ചെയ്യുന്നത് അത് കണ്ടുപഠിക്കാനാണ് ബാക്കിയുള്ളവരും വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.